Hello guys, welcome back to my YouTube channel Step and Stories. I'm a second year medical student studying in Caucasus University, Georgia. അപ്പോൾ ഗായ്സ് എനിക്ക് 2 മാസത്തെ ഒരു വെക്കേഷനായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് തിരികെ ജോർജിയയിലേക്ക് പോകുന്ന ഒരു കുഞ്ഞു വ്ളോഗാണിത്. ഗായ്സ് അപ്പോൾ എൻ്റെ എക്സാക്ട് പ്ലേസ് വരുന്നത് ട്രിവാൻഡ്രമാണ്. പക്ഷെ ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കൊച്ചി ടു തിബിലിസി ആണ്. കാരണം നമ്മൾ ട്രിവാൻഡ്രം ടു തിബിലിസി ടിക്കറ്റ് നോക്കിയപ്പോൾ റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ കൊച്ചി ടു തിബിലിസി എടുത്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൊച്ചിയിൽ നിന്നാണ് കയറുന്നത്. സോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കയറാമെന്ന് വെച്ചു. ഇപ്പോൾ സമയം മോർണിംഗ് 10:30 ആയിട്ടുണ്ട്. നമ്മൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എറണാകുളം ആലുവയിലേക്ക് നമ്മൾ ട്രെയിനിൽ പോവുകയാണ്. നമ്മൾ മോർണിംഗ് ഒരു 10:30 ആയപ്പോഴത്തേനും ട്രെയിനിൽ കയറിയതാണ്. ഈവനിങ് ഒരു 3:30 ആയപ്പോഴേക്കും നമ്മൾ ആലുവയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലുവയിൽ ഇറങ്ങി നമ്മൾ റെസ്റ്റൊക്കെ എടുത്തു, കുറച്ച് ചായ കുടിച്ചു. ഇപ്പോൾ സമയം ഒരു 5 മണിയായിട്ടുണ്ട്. നമ്മളിനി നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് ഫ്ലൈറ്റ് ടൈം വരുന്നത് 9:50 ആണ്. ഒരു 4 മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തണം. അങ്ങനെ നമ്മളൊരു 6:15 ആയപ്പോഴേക്കും കൊച്ചിൻ എയർപോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. നമ്മൾ എയർപോർട്ടിനുള്ളിൽ കയറി നമ്മുടെ ചെക്കിങ് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ബോർഡിങ് ടൈമായി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി. അപ്പോൾ നമ്മളെടുത്ത എയർ അറേബ്യ ഫ്ലൈറ്റ് ടൈം നൈറ്റ് 9:50 ആയിരുന്നു. കറക്റ്റ് 9:50 ആയപ്പോഴേക്കും തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഫ്ലൈറ്റിൽ ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ നമ്മൾ അബുദാബി കണക്ഷൻ ഫ്ലൈറ്റാണ് നമ്മളെടുത്തത്. ഇനി ഒരു 3 അവേഴ്സോടെ ബാക്കിയുണ്ട് അബുദാബി എത്താൻ. സോ അവിടെ നിന്ന് നമുക്ക് മോർണിംഗിനാണ് ഫ്ലൈറ്റ് വരുന്നത്. സോ നമുക്കിനി അബുദാബി എത്തിയിട്ട് വരാം. നമ്മളൊരു 12:30 ആയപ്പോഴേക്കും അബുദാബിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇവിടെ നമുക്കൊരു ചെറിയ ചെക്കിംഗ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമുക്കിനി അബുദാബി എയർപോർട്ടിൽ ഒരു 9 അവേഴ്സ് ലെയർ ഓവറുണ്ട്. നമുക്ക് തിബിലിസിക്കുള്ള നെക്സ്റ്റ് ഫ്ലൈറ്റ് നമുക്ക് മോർണിംഗ് 9:15 ആണ്. അപ്പോൾ നമുക്ക് എയർപോർട്ട് കാണാനും നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെയുള്ള ഒരുപാട് സമയം നമുക്കുണ്ട്. ഇതിൻ്റെ 3rd ട്രിപ്പാണ്. സാധാരണ ഷാർജ വഴിയുള്ള ഫ്ലൈറ്റാണ് എടുക്കാറ്. ഇതിനാദ്യമായിട്ടാണ് അബുദാബി വഴിയുള്ള ഫ്ലൈറ്റ് എടുക്കുന്നത്. അപ്പോൾ അബുദാബി വലിയൊരു എയർപോർട്ടാണ്. നമുക്ക് ഒരുപാട് കാണാനും നടക്കാനും ഉണ്ട്. നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ബോർഡിംഗ് പാസിൻ്റെ അകത്ത് ഗേറ്റ് കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെക്കിങ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു സ്ക്രീൻ ഉണ്ടാവും. അതുപോലെ തന്നെ എയർപോർട്ടിനുള്ളിൽ പല ഭാഗത്തായിട്ട് സ്ക്രീനുകളുണ്ട്. അവിടെ നമ്മൾ നോക്കി നമ്മുടെ ഗേറ്റ് കൺഫേം ചെയ്തിട്ട് വേണം അതായത് ഗേറ്റിൽ പോകാൻ. പ്രത്യേകിച്ച് 1 അവർ ലെയർ ഓവറൊക്കെ ഉള്ളവർക്ക് അത് ഗേറ്റിൽ എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ അത് കൺഫേം ചെയ്യണം. അങ്ങനെ നമ്മുടെ 9 അവേഴ്സ് ലെയർ ഓവറൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ രാവിലെ ഒരു 8:45 ആയിട്ടുണ്ട്. നമ്മുടെ തിബിലിസിക്കുള്ള എയർ അറേബ്യ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഈ 45 ആയപ്പോഴേക്കും നമ്മുടെ ബോർഡിംഗ് എല്ലാം സ്റ്റാർട്ടായി. 9 o'clock ആയപ്പോൾ തന്നെ നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി. കറക്റ്റ് ഒരു 9:15 ആയപ്പോൾ തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി.
അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി ഒരു 45 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. തിബിലിസിയിലേക്ക് എത്താൻ ഇനി ഒരു 3 hours കൂടെ ഉണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ 3 hours എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ തിബിലിസി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ടിക്കറ്റ് പറഞ്ഞ സമയം 12:45 ആയിരുന്നു. പക്ഷേ ഒരു 12:30 മുന്നേ തന്നെ നമ്മൾ എയർപോർട്ടിലെത്തി. ഇതാണ് തിബിലിസി എയർപോർട്ട്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ എയർപോർട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ബസ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിന് പുറത്തെത്തി. നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഞങ്ങൾ നാട്ടിലോട്ട് പോകുമ്പോൾ ഇവിടെ നല്ല സമ്മറായിരുന്നു. സാധാരണ ഇവിടെ ഒരു ഒക്ടോബർ പകുതിയോട് കൂടിയാണ് തണുപ്പൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സെപ്റ്റംബർ പകുതി ആയപ്പോഴേക്കും തന്നെ ഇവിടെ ഒരു തണുത്തൊരു ക്ലൈമറ്റൊക്കെ ആയിട്ടുണ്ട്. നല്ലൊരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ കുഞ്ഞു വ്ളോഗ്. ഈ വീഡിയോ കാണുന്നവരിലോ അല്ലാതെയോ ആരെങ്കിലും ജോർജിയ വന്ന് നേഴ്സിങ്ങോ MBBS മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ വഴി നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. വാട്സപ്പ് വഴിയോ മെയിൽ ID വഴി കോൺടാക്റ്റും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോർജിയയിലേക്ക് വരുന്നതിനെ പറ്റിയോ ഇവിടെ വന്നിട്ടുള്ള നിങ്ങളുടെ അഡ്മിഷൻ കാര്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ആയിട്ടോ സ്റ്റെത്ത് ആൻഡ് സ്റ്റോറീസിന് ഇൻസ്റ്റാഗ്രാമിലോ വന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ബ്ലോഗ് വരേക്കും ബൈ.